മക്കൾ രണ്ടുപേരും ഇപ്പോൾ നല്ല വികൃതി അടിപിടിയൊക്കെ കണ്ടു. അതുകൊണ്ട് രാവിലെ എണീറ്റ് പിന്നെ ഉച്ചക്കൊന്നും വലിയ ഉറക്കമൊന്നുമില്ല. അതുകൊണ്ട് അവർ പിന്നാലെ ഇങ്ങനെ തേരാപ്പാര നടക്കാന്നല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ വീടിനുള്ളിൽ നല്ല ബഹളമൊക്കെ ആയപ്പോൾ ഉമ്മ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് രണ്ടുപേരും. അപ്പോൾ ഇവിടെ ചെറിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ബിസിനസ്സൊക്കെ നോക്കിയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ എന്താണെന്ന് ചോദിച്ച് നോക്കിയിരുന്നു കേട്ടോ ഞാൻ. പുതിയ ബിസിനസ്സാ? എന്താ കളറ്? പൈനാപ്പിള് മാങ്ങ കരിക്കിരി. ഇവർ രണ്ടുപേരും ഫ്രണ്ടിൻ്റെ മക്കളാട്ടോ. പിന്നെ ഇതാ നമ്മുടെ രണ്ടാശാന്മാർ കയ്പ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ ഇവരോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഏതായാലും രണ്ടാളും വീട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റായി നിൽക്കുകയാണ്. അങ്ങനെ ഏതായാലും അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളും ഉമ്മയും ഞാനൊക്കെ ഓരോ പീസ് മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടോ എന്താണെന്നൊക്കെ ടേസ്റ്റൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ മക്കളിൽ നിന്നൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇവരെ ഇങ്ങനെ ഓരോ സംസാരം കേട്ടോ അങ്ങനെ ഇരുന്ന് പോകും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓരോ മക്കളിങ്ങനെ വാങ്ങിക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ഓരോ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ മക്കളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം ഒരുപാട് പേര് ഇവിടെ അടുത്ത് ഇങ്ങനെ പുതുതായിട്ട് വന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട് കുറേ മക്കളെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ മക്കൾ തവർന്നതാ കഴിച്ച് ഏകദേശം തീരാനായിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുട്ടികളൊക്കെ ഒരുപാട് ഇങ്ങനെ വരുന്നതുകൊണ്ട് പിന്നെ അവർ വരാൻ തീരെ കൂട്ടാക്കുന്നില്ല. ഇതാണ് നമ്മുടെ സനമോൾ. നമ്മുടെ കുഞ്ഞിലേയുള്ള കുഞ്ഞു കുട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ വളർന്ന് വലിയതായി കേട്ടോ. ഇപ്പോൾ ക്യാമറക്ക് മുന്നിലൊന്ന് വരാൻ നല്ല മടിയുണ്ട് കേട്ടോ അവൾക്ക്. അങ്ങനെ ഇതാ പഠിച്ചോനെ എൻ്റെ അമ്മ അതാ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോകാട്ടോ. എന്തായാലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടാവും. അതാവും തിരക്കിട്ടിപ്പോൾ പോകുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും മക്കളൊക്കെ കൊണ്ട് ഞങ്ങൾ അകത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇനി അകത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. എൻ്റെ ഉമ്മ പോയത് ഇതിന് വേണ്ടിയിട്ടാട്ടോ. ചെറിയൊരു പിസ്സ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഉമ്മ എവിടെയോ ഒന്ന് വീഡിയോ കണ്ടതാണ്. ഏതായാലും ഉമ്മ തന്നെ ഉണ്ടായ തട്ടിക്കൂട്ട് പിസ്സയാണ്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ചീസ് ഇട്ടിട്ട് അത് വലിഞ്ഞിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ എന്തായാലും സംഭവം അതൊരു സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചങ്ങാട്ട് പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. എൻ്റെ കൈയൊന്നും ഇതിലധികം വന്നിട്ടില്ല. എന്നാലും സംഭവം അടിപൊളിയായിരുന്നു. എന്തായാലും മാഷാ അല്ലാഹ് അങ്ങനെ എൻ്റെ ഉമ്മ പിസ്സ ഉണ്ടാക്കിയല്ലോ. ഞാൻ ഉണ്ടാക്കുന്നതൊന്നും പോരാഞ്ഞിട്ട് ഉമ്മൻ്റെ വക ഉണ്ടാക്കിയതാണ് ഇത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ടാറ്റാ.